കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ പൈശാചിക ലോകത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുട്ട്, ഡിമോണിക് സ്പിരിറ്റ്, പൈശാചിക ലോകം, ഡിമോണിക് വേൾഡ്, സാത്താന്യ ലോകം, അത് ഇരുട്ടിന്റെ ലോകമാണ്. ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി ഞാൻ ഇരുട്ട് എന്താന്നുള്ളതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇരുട്ടിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇരുട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. നിങ്ങളെ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിക്കകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കുറെ ഫ്രൂട്ട്സും കുറെ ഫുഡും ഒക്കെ എടുത്തു വെച്ചാലും ഇതൊന്നും നിങ്ങൾക്ക് കാണാനോ ഇതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാനോ കഴിയത്തില്ല. 2, ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലേക്ക് നിങ്ങളെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? നിങ്ങൾക്കൊരു കാരണവശാലും വേഗത്തിൽ പ്രോപ്പറായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇരുട്ട് നമ്മളെ എപ്പോഴും ലോക്ക് ചെയ്ത് കളയുന്നതാണ്. ഇരുട്ട് എപ്പോഴും നമ്മുടെ വേഗതയെ കുറയ്ക്കുന്നതാണ്. ഇരുട്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നതൊന്നും കാണിക്കാതെ മറച്ചു കളയുന്നതാണ്. എന്നാൽ ഇന്ന് പകലിൽ നിന്റെ വേഗതയെ കുറയ്ക്കുന്ന, നീ അനുഭവിക്കേണ്ട നന്മകളെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വഴിമാറേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അന്ധകാരം നിറഞ്ഞ ചില സംവിധാനങ്ങളിൽ നമ്മൾ പെട്ടിരിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. യേശു കർത്താവിന് കൊടുത്തിരിക്കുന്ന പരാമർശം അത്ഭുത പ്രകാശം, the marvelous light. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്, എത്ര ഇരുട്ടിൽ കടന്ന കുടുംബവും, എത്ര ഇരുട്ടിൽ കടന്ന ജീവിതവും, എത്ര ഇരുട്ടിൽ അകപ്പെട്ട വ്യക്തിയും ഈ പ്രകാശത്തിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കുവാൻ, മാർവലസ് ആക്കുവാൻ, miraculous ആക്കുവാൻ. This is the glorious light.